കൂടി തുടങ്ങാം നമ്മുടെ സ്ഥിരം പ്രാർത്ഥന. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമൂടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവാകേണമേ, ജാതിഭേദങ്ങളിന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. എല്ലാവർക്കും നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിനിങ്ങിൻ്റെ 10ാമത് ബാച്ചിൽ പങ്കാളികളായ എല്ലാവരെയും സ്നേഹപൂർവ്വം ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 2 അതിഥികൾ, അതിൽ ഒരാൾ നിലമ്പൂരാണ്, ശ്രീ എബി ജോർജ് സാർ. അദ്ദേഹത്തിന് റേഞ്ച് കിട്ടുകയാണെങ്കിൽ കയറും എന്ന് പറഞ്ഞിട്ടുണ്ട്. കയറിയിരിക്കും എന്ന് കരുതുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കയറും. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. ശാന്തിഗ്രാമിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ കോഴ്സ് പങ്കാളികളെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലെ ഓൺലൈൻ കോഴ്സുകളിൽ ഓഫ്ലൈൻ കോഴ്സും അതോടൊപ്പം തന്നെ ലൈഫ് ലോങ് സപ്പോർട്ടും, അതിലുപരിയായി ഓഫ്ലൈനായി വന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഓഫ്ലൈനായി പഠിക്കുവാനുള്ള അവസരം കൂടി നൽകിക്കൊണ്ടുള്ള ഒരേ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ശാന്തിഗ്രാമിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി എല്ലാവരിലേക്കും AI എത്തുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി ആണ് സജു സാറിൻ്റെ വളരെ ലളിതമായ ഭാഷയിൽ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പലതും സാധാരണക്കാരനത് പ്രാപ്യമാണോ എന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ മലയാളം എഴുത്തും വായനയും അറിയുന്ന, മിനിമം വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് LKG ലെവലിലുള്ള ആളുകൾ മുതൽ വിവിധ മേഖലകളിൽ ശാസ്ത്രജ്ഞന്മാരായും അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരായും IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ കോഴ്സിൽ പങ്കാളികളാകാറുണ്ട്, ആകുന്നുമുണ്ട്, ഇക്കൂട്ടത്തിലുമുണ്ട്. അപ്പോൾ സമഗ്രമായി ഒരു സാധാരണക്കാരനായ ആളിനെയും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ പ്രവർത്തകരായ ആളുകളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പോകാനുള്ള സജു സാറിൻ്റെ കഴിവ് എല്ലാവരും അംഗീകരിച്ചതാണ്. സജു സാറാണ് ഈ കോഴ്സ് 10ാമത്തെ ബാച്ച് കഴിഞ്ഞ 9 ബാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി ചില ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ ആദ്യമേ തന്നെ പങ്കാളികളാകുന്ന ആളുകൾക്ക്
അവർക്ക് എന്തായി മാറണം അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണമെന്ന് സ്വയം തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് വളരുവാനുള്ള ഒരു പ്രത്യേക രീതിയിലാണ് ഈ 10ാമത്തെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ആണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ സജി സാറിനെ ആദ്യം ഈ കോഴ്സിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ശാന്തിഗ്രാമിൻ്റെ പേരിലും ഹൈടെക്കിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ മുൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് കൂടിയായ പ്രമുഖ പത്രപ്രവർത്തകൻ ശ്രീ AP ജിനൻ. ജിനൻ നമ്മുടെ ഒരു സ്ഥിരം ആളാണ്. മാത്രമല്ല കേരളത്തിലെ പത്രപ്രവർത്തകരുടെ സംസ്ഥാന സമിതിയുടെ പ്രസിഡൻ്റാണ്. ജിനൻ മാഷിനെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എബി സാർ കിലയുടെ അസോസിയേറ്റ് പ്രൊഫസറായി റിട്ടയർ ചെയ്തു. ദേശീയ വിവരാവകാശ കൂട്ടായ്മയുടെ സംസ്ഥാന കോർഡിനേറ്ററാണ് എബി സാറ്. സംസ്ഥാന സോഷ്യൽ ഓഡിറ്റ് വിഭാഗത്തിൻ്റെ മേലധി ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. വിവിധ മേഖലകളിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടും ജനങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ടും വളരെയധികം പ്രവർത്തനങ്ങൾ മാതൃകാപരമായി ചെയ്യുന്ന മാന്യ വ്യക്തിയാണ് എബി സാറിനെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പങ്കാളികളായി എത്തിയിരിക്കുന്ന നിങ്ങളാണ് ഈ പരിപാടിയുടെ വിജയത്തിൻ്റെ വക്താക്കളായി മാറേണ്ടത്. പൂർണ്ണമായും ഈ കോഴ്സിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ പ്രയോജനപ്പെടുത്തി നമ്മൾ നിൽക്കുന്ന മേഖലകളിലും സമൂഹത്തിനും പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഈ കോഴ്സിനെ മാറ്റുവാനും പ്രയോജനപ്പെടുത്തുവാനും ശ്രമിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഏവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിനൻജി ഉണ്ടോ? ജിനൻജി ഉണ്ടെങ്കിൽ സംസാരിക്കാം. രാംകിരൺ, ജിനൻ ഉണ്ടോ? എബി സാറ് എത്തിയിട്ടുണ്ടോ? ജിനൻ സാർ ഇതിനകത്ത് കയറിയിരുന്നല്ലോ നേരത്തെ. എബി സാറാണോ? ജിനൻ സാറ്. ആ, സജി സാർ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു ആമുഖമായി ഈ കോഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുക. ഞാൻ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് വന്നോളാം. ശരി, ഓക്കെ സാർ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. 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 നമസ്കാരം സാർ. ഓക്കെ ഓക്കെ, നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമ്മളിത് 10ാമത്തെ ബാച്ചാ. അതായത് 2 മാസത്തെ കോഴ്സാണെങ്കിലും ഈ ഇതെല്ലാം തീർന്നു വരുമ്പോ 3 മാസമാവും. അപ്പൊ 30 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സംഭവമാണ്. അപ്പോ എയുടെ വളരെ തീരെ ശൈശവ ദിശയിൽ ആരംഭിച്ച ഒരു പ്രക്രിയയാണ്. നമ്മുടെ ആദ്യത്തെ കോഴ്സും ഇന്ന് നിങ്ങൾ എത്തി നിൽക്കുന്ന ഈ പ്രോഗ്രാമുമായിട്ടുള്ള വ്യത്യാസം വളരെ വലുതാണ്. അന്ന് ഇത് ആദ്യത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ അപൂർവം AI ടൂളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അന്നത്തെ AIക്ക് ഭാഷയും അറിയില്ലായിരുന്നു. മലയാള ഭാഷയും അറിയില്ല, ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ. അപ്പൊ ഇംഗ്ലീഷിനെ AI ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കി, പിന്നെ ജനറേറ്റ് ചെയ്യുന്ന സാധനത്തെ വീണ്ടും മലയാളത്തിലാക്കിയൊക്കെയാണ് നമ്മൾ അന്ന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നത്. ഈ 30 മാസത്തിനിടയിൽ ഈ മേഖലയിൽ ഉണ്ടായ വികാസം എന്ന് പറയുന്നത് അർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വികാസമാണ്. അത്തരത്തിലുള്ള വികാസത്തിന്റെ ഘട്ടത്തിലാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇപ്പൊ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്
നമ്മൾ ആദ്യ ഘട്ടത്തിൽ എത്തിയ ജോയിൻ ചെയ്ത ആൾക്കാരെയും നമ്മൾ വിട്ടില്ല. അവരെയും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി പുതിയ പുതിയ ഡെവലപ്മെന്റ് അവരെയും പഠിപ്പിച്ചു വരികയാണ്. അത് മഹേഷ് സാർ അത് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ നിങ്ങളും ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വേഗതയിൽ നിങ്ങൾക്കും ഇതിനോടൊപ്പം മുന്നോട്ട് പോകാം. അപ്പൊ ഇതിനെക്കുറിച്ച് ഇതിന്റെ ഒരു ആമുഖ സംവിധാനം, ആമുഖ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം ആ ക്ലാസ്സിലും പങ്കെടുത്തവരാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആണല്ലോ? അല്ലാതെ പുതിയ ആൾക്കാരുണ്ടോ? പുതിയ ആൾക്കാരുണ്ട്. ഉണ്ട് സർ. ഉണ്ട്. ഒത്തിരി പേരുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോ ലളിതമായി കേട്ടവർക്ക് ചിലപ്പോൾ ഒരു ആവർത്തന വിരസത ഉണ്ടാവാം. എങ്കിലും ഒന്ന് പറയട്ടെ. ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി പോലെ ഒരു ബുദ്ധി യന്ത്രത്തിന് നൽകിയിരിക്കുന്നതാണ്. മനുഷ്യന് ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് സവിശേഷമായ ബുദ്ധിയുണ്ട്. നമ്മുടെ ബുദ്ധിയെ അളക്കാനൊക്കെ പറ്റും. IQ എന്ന് പറയും, ഇന്റലിജൻസ് ക്വോഷ്യന്റ്. ഈ ബുദ്ധിശക്തി അളക്കാൻ പല ഘടകങ്ങളുണ്ട്. അതിന്റെ 8 ഫാക്ടർ തിയറി എന്നൊക്കെ പറയുന്ന തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ബുദ്ധിയെ അളക്കുന്നത്, IQ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, സ്പേഷ്യൽ എബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള തിങ്കിങ് എബിലിറ്റി ഒക്കെ. അതേ മനുഷ്യനെ പോലെ അതേ എബിലിറ്റി ഉള്ള യന്ത്രം, അതാണ് ഈ നിർമ്മിത ബുദ്ധി. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കും, മനുഷ്യൻ വായിക്കുന്നത് പോലെ വായിക്കും, മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കും, മനുഷ്യൻ പാട്ട് പാടുന്നത് പോലെ പാട്ട് പാടും, മനുഷ്യൻ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ചെയ്യും. അതാണ് ഈ നിർമ്മിത. അപ്പോ മനുഷ്യന്റെ ബുദ്ധിയോട് സമാനമായ ബുദ്ധിയുള്ള ഒരു സംഭവം. അപ്പൊ ഈ സാങ്കേതിക വിദ്യ നമ്മൾ സ്വായത്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് മറ്റൊരു തലച്ചോറ് കൂടെ ഉണ്ടാവുക. നമ്മുടെ പരിമിതികളെയൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിൽ മറ്റൊരു ആൾ നമ്മളോടൊപ്പം ഒരു നിഴൽ പോലെ ഉണ്ടാവും. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തും. നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധി എന്നത് പോലെ ബുദ്ധി ഉണ്ടെങ്കിലും കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ബുദ്ധിയെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. പഠനം വേണം. ബുദ്ധിശക്തി വേറെ, പഠനം വേറെ. ബുദ്ധി എന്ന് പറയുന്നത് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ അതിനെ നിർവചിക്കുന്നത് എ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി എന്നാണ്. ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. പഠനം എന്ന് പറയുന്നത് എന്താ? മെഷറബിൾ ചേഞ്ച് ഇൻ ബിഹേവിയർ. നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് അളന്നെടുക്കാൻ പറ്റുന്ന ഒരു മാറ്റം. നമുക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയില്ലായിരുന്നു, ഇന്ന് നമുക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാം. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു എന്നാണ്. അപ്പൊ ഈ നമ്മൾ പഠിക്കുന്നത് പോലെ ഈ മെഷീനെയും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നു, പഠിക്കുന്നു. അതുപോലെ ഇതിനെയും പുസ്തകം വായിച്ച് പഠിപ്പിക്കുന്നു. ഇവിടെ തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകത്തിന്റെ ഒരു കൺസെപ്റ്റ് നമ്മളെ മനസ്സിൽ ഓർമ്മയിക്കും. എല്ലാ പദാനുപദമായി നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റില്ല. മാത്രമല്ല കൺസെപ്റ്റ് നമ്മൾ പിന്നെ മറന്നുപോകും. ഒരു 2% 1% ഒക്കെ ആയിരിക്കും ഒരു പുസ്തകം വളരെയധികം താല്പര്യപൂർവ്വം വായിച്ചാൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. എന്നാൽ ഈ മെഷീൻ ലേണിംഗിൽ അങ്ങനെയല്ല. ഒരു പുസ്തകം വായിപ്പിച്ചാൽ, പഠിച്ചാൽ ആ പുസ്തകത്തിന്റെ പഠനം എന്ന് പറയുന്നത് അതിവേഗത്തിൽ ആണ് അത് പഠിക്കുന്നത്. പഠിച്ചാൽ അത് 100% ഉള്ള കാലം അതിന്റെ ഓർമ്മയിൽ നിൽക്കും. അതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ അങ്ങനെ അറിവുകൾ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള ബുദ്ധിയാണ് നമ്മുടെ കൂടെയുള്ള ഈ നിർമ്മിത ബുദ്ധി. കുറച്ചുകൂടെ ലളിതമാക്കി പറഞ്ഞാൽ, നിർമ്മിത ബുദ്ധിയുടെ ആദ്യത്തെ പൊതുജനങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു നിർമ്മിത ബുദ്ധി ടൂളായിട്ട് വന്ന ChatGPT ആണ്. ChatGPT ഇറങ്ങിയപ്പോ അതിനെ പഠിപ്പിച്ചു. ലോകത്തെ അക്കാഡമിക് ബുക്കുകൾ പഠിപ്പിച്ചു, ഗവേഷണ പ്രബന്ധങ്ങൾ പഠിപ്പിച്ചു, ലോകത്തിലെ ക്ലാസിക് ബുക്കുകൾ, മതഗ്രന്ഥങ്ങൾ, ഇതൊക്കെ പഠിപ്പിച്ചു, പുതിയ അറിവുകൾ പഠിപ്പിച്ചു. ലോകത്തെ വെബ്സൈറ്റുകൾ, ധാരാളം വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ഇന്റർനെറ്റിലെ വെബ്സൈറ്റുകൾ, അതിനെ പഠിപ്പിച്ചു. വെബ്സൈറ്റുകളിലെല്ലാം പലതരത്തിൽ യൂട്യൂബുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളെയും പഠിപ്പിച്ചു വെച്ചു. അങ്ങനെ പഠിപ്പിച്ച കാര്യങ്ങളെ
ഒരു പുസ്തക രൂപത്തിൽ പ്രിന്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ 2250 കിലോമീറ്റർ വരെ അത്രയും ദൈർഘ്യത്തിൽ അടുക്കി വെച്ച് വയ്ക്കാൻ പറ്റുന്ന ബുക്കുകളെയാണ് ChatGPT 3.5 എന്ന ആദ്യത്തെ വർഷം പഠിപ്പിച്ചത്. നോക്കുക, 2250 കിലോമീറ്റർ ദൂരം അടുക്കി വെച്ചിരിക്കുന്ന അത്രയും ബുക്ക്. ആ ബുക്കിനകത്തുള്ള മുഴുവൻ വിവരങ്ങളും ഇതിന് സ്വായത്തമാണ്. ലോകത്തിലെ സർവ്വവിജ്ഞാനങ്ങൾ ഇന്ന് ആ വിവരങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം മടങ്ങി വരും. അത്രയും അറിവുകൾ നേടിയെടുത്ത ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ അറിവ് നമുക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് അറിയോ? നമ്മൾ മുമ്പ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ പഠിക്കാം. കമ്പ്യൂട്ടർ പഠിച്ചാലും നമുക്കൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കണം. സാധാരണക്കാരുടെ എല്ലാവർക്കും കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ പറ്റില്ല, അതിന് നല്ല പൈസയാവും. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ ഈ പറയുന്ന എല്ലാ വിവരങ്ങളും, പഠിച്ചു വെച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതെങ്ങനെയാ? ഈ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് വിവിധ ഭാഷകളിലാണ്. ഇംഗ്ലീഷിലുണ്ട്, ഫ്രഞ്ചിലുണ്ട്, തമിഴിലുണ്ട്, കന്നഡയിലുണ്ട്, മലയാളത്തിലുണ്ട്. അങ്ങനെ ലോകത്തെ 170ഓളം ഭാഷകളിലുള്ള പുസ്തകങ്ങളെ അല്ലെങ്കിൽ അറിവുകളെ അല്ലെങ്കിൽ വെബ്സൈറ്റുകളെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ വിവിധ ഭാഷകളിലുള്ള അറിവുകളെ എല്ലാം നമുക്ക് അനായാസം ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മുടെ മാതൃഭാഷയിൽ, ഏതൊരാളിന്റെയും മാതൃഭാഷയിൽ ആ അറിവുകൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ഈ എഐക്ക് കഴിയുമെന്നുള്ളതാണ്. അറിവ് ഉണ്ട്. ആ അറിവ് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ എത്രമാത്രം ലളിതമായിട്ട് പറയുമോ അത്രമാത്രം ലളിതമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ആ അറിവ് നമുക്ക് പകർന്നു തരുന്ന ഒരു സംവിധാനമാണ് ഇത്. അപ്പോ ഇത് ഇത്രയും ജനപ്രിയമാവാനുള്ള കാരണം ഇതാണ്. നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണ്. അതുപോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ നിസ്സാരക്കാരനല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചതാണ്. 50 വർഷം കഴിഞ്ഞു, 6 നൂറ്റാണ്ട് കഴിഞ്ഞു. അന്ന് ആ ശാസ്ത്ര ദൗത്യത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറാണ്. ആ അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടറിനെയും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനെയും കൂടി താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്ന അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ നിന്നും ലക്ഷക്കണക്കിന് മടങ്ങാണ്. 1-2 മടങ്ങല്ല, ലക്ഷക്കണക്കിന് മടങ്ങ് കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ. ഈ 2 കാര്യങ്ങൾ ഇതായതിന്റെ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞു ഈ അറിവുകളെ നമുക്ക് സാധാരണക്കാരന് ഏതൊരു മനുഷ്യനും ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ചില ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, നമുക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുണ്ട്. ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല ഘട്ടങ്ങളിലും ഇങ്ങനെ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനുഷ്യ സഹജമാണ്, തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ തടസ്സങ്ങൾ വരുമ്പോൾ ആ തടസ്സങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. എന്തുകൊണ്ടാ? അതിജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അറിവ് അല്ലെങ്കിൽ ഒരു സഹായം, അറിവിനേക്കാൾ ഉപരി ഒരു സഹായം നമുക്ക് കിട്ടാതെ വരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പലപ്പോഴും നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെ, പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനി ആ പ്രശ്നമേ ഇല്ല. നമ്മുടെ എന്ത് പ്രശ്നത്തിനും, നമ്മുടെ ഏത് ദൗത്യത്തിനും നമ്മളോടൊപ്പം നമ്മളെ സഹായിക്കാൻ AI നമ്മുടെ 2ാം തലച്ചോറായി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഇതുവരെയുള്ള ജീവിത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തന്നെ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു പ്രശ്നം വരുന്നു, ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ നമ്മൾ
ശ്രമിക്കാറില്ല എന്ന് മാത്രമല്ല, ആ ഒരു പ്രശ്നത്തെ നമ്മൾ നേരിടുന്നത് എങ്ങനെയാ? നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും നമ്മൾ പരാതി പറയും. നമ്മുടെ ഗതി ഇങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ. ചിലപ്പോൾ സ്വയം ശപിക്കും, അല്ലെങ്കിൽ ദൈവത്തെയോ മറ്റാരെങ്കിലേക്ക് കുറ്റം പറയും, അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ സഹപ്രവർത്തകരെ കുറ്റം പറയും, കരയും, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. പലപ്പോഴും നമുക്ക് ചില പ്രശ്നം വരുമ്പോൾ പൊട്ടിത്തെറിക്കുക, വഴക്കുണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അറിയാം? നമ്മുടെ തലച്ചോറിന്റെ ഒരു സഹജമായ സ്വഭാവം എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക എന്നാണ്. തലച്ചോറ് പ്രവർത്തിക്കാൻ ഒരുപാട് ഊർജം ആവശ്യമാണ്. അപ്പൊ ഊർജത്തെ സേവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജീവശാസ്ത്രപരമായി ഓരോ ജീവിയുടെയും ലക്ഷ്യമാണ്. മിണ്ടാതിരിക്കാനാ, അത്രയും ഊർജം നമുക്ക് കൊടുക്കാനല്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. അപ്പോ ഹലോ, എബി സാർ വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ ഉദ്ഘാടകനായ നമ്മുടെ പ്രിയപ്പെട്ട എബി സാറ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിന് ശേഷം നമുക്ക് തുടരാം. സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായിട്ടുള്ള ശ്രീ സജു സാറ്, ശ്രീ പങ്കജാക്ഷൻ സാറ്, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എനിക്ക് തോന്നുന്നു 10ാമത് ബാച്ചാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഏറ്റവും അധികം ജനപ്രിയമായിട്ടുള്ള ഒരു കോഴ്സായി ആദ്യകാലം മുതലേ ഇത് മാറിയിട്ടുണ്ട്. കാരണം ഈ അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്നാണ്. സായു സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു അനുഭൂതിയാണ്. സാറിൻ്റെ വളരെ സുസ്മേരവതനായിട്ടുള്ള അറിവ് പകർന്നു തരുമ്പോൾ അറിവിലുപരി അത് പെട്ടെന്നത് ഗ്രാസ്പ് ചെയ്തെടുക്കപ്പെടുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഞാനും ആദ്യത്തെ 2 ബാച്ചുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സിന് പങ്കെടുത്തു. വളരെ പ്രായോഗികമായിട്ട് ജീവിതത്തിൽ ധാരാളം ബെനിഫിറ്റ് അതിനെ കൊണ്ടുണ്ടായി. ഉദാഹരണത്തിന് നമ്മൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ AI-ആയിട്ട് ബന്ധപ്പെട്ട് അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യുവാൻ കഴിഞ്ഞിരുന്നു. എന്തിന് ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ഉപകാരമുണ്ടായി. പ്രത്യേകിച്ച് ജേർണലിസ്റ്റ് എന്ന നിലയിൽ അത്തരത്തിലുള്ള മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സജു സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ് വളരെയധികം പ്രയോജനകരമായി. ഏതിനും പുതിയ ബാച്ചിലോട്ടുള്ള വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും, പ്രത്യേകിച്ച് ഈ ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്ന നമ്മുടെ പങ്കജാക്ഷൻ അവരുടെയും എല്ലാവരെയും ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ പുതിയ ക്ലാസ് ആരംഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും മേൽക്കുമേലുണ്ടാകട്ടെ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എബി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സാർ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. എബി സാറിനെ ആണ് അഡ്വൈസ് സാറിനെയാണ് ക്ഷണിച്ചത്. കുഴപ്പമില്ല. ഓക്കെ. എബി സാറ് വന്നിട്ടുണ്ടോ? പങ്കേഷ് സാറേ, രാംകിരൺ, ജിരൻ സാർ, എബി സാറ് ഉണ്ടോ? സാറിന് ഇല്ല, എബി സാറില്ല, ഞാനാണ് സംസാരിച്ചത് സാറേ. ഓക്കെ. മ്യൂട്ടാണ്. അപ്പോ നേരിട്ടൊന്ന് ഫോൺ ചെയ്യൂ. രാംകിരൺ എന്തായി?
അപ്പോ ആരുടെയൊക്കെയോ ഫോൺ ജിനൻ സാർ മ്യൂട്ട് ചെയ്തു. ജിനൻ സാർ വളരെ നന്ദി. അപ്പൊ ഞാൻ തുടരുകയാണ്. എബി സാർ വരട്ടെ. എബി സാറിന്റെ നെറ്റ്വർക്ക് വളരെ മോശമാണ്, നിലമ്പൂരാണ്. സാർ അടുത്ത ക്ലാസ്സിൽ കയറിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ജനൻജിക്ക് പ്രത്യേകം നന്ദി. സൈസാർ തുടരുക. ജിനൻ സാർ വളരെ സന്തോഷം, കണ്ടതിൽ വളരെ നന്ദി. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. നമ്മുടെ തലച്ചോറിന് ചുമ്മാ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പോ അത് ആ ചുമ്മാ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തും. അപ്പൊ അത്തരത്തിലുള്ള ഞാൻ ആ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോ അത് പരിഹരിക്കപ്പെടാതെ അങ്ങ് മുന്നോട്ട് പോകും. ആ തടസ്സങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് AI. ഇങ്ങനെയാണ് ആ തടസ്സങ്ങളെ, നമുക്ക് വരുന്ന തടസ്സം, ആ തടസ്സം എന്താണ് എന്ന് മനസ്സിലാക്കി ആ തടസ്സത്തെ ഒരു ചോദ്യമാക്കി മാറ്റിയാൽ നമുക്ക് പ്രശ്നം പരിഹരിച്ചു. ഉത്തരം ആര് തരും? AI തരും. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒരു ചോദ്യമാക്കി മാറ്റുക മാത്രം മതി. അത്രയും ചെയ്താൽ മാത്രം മതി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതാണ് ഒരു അടിസ്ഥാനപരമായി ഈ AI-യിൽ നടക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇന്ന് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന നമ്മൾ ChatGPT, ജെമിനി അടക്കമുള്ള ധാരാളം ടൂളുകളുണ്ട്. ഇതിനെയൊക്കെ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഉപയോഗിക്കാം. 100 കണക്കിന് നിർമ്മിത ബുദ്ധി ടൂളുകൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ തന്നെ വാട്സാപ്പും ഗൂഗിൾ പേയും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത് പോലെ ഇന്ന് നിങ്ങളൊരു പുതിയൊരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അതിനകത്ത് 2 or 3 നിർമ്മിത ബുദ്ധി ടൂളുകൾ കൂടി ഇൻസ്റ്റാൾ ചെയ്താണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ഇന്ന് വളരെ സർവ്വവ്യാപിയാണ് ഈ നിർമ്മിത ബുദ്ധി. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഈ സാധനമുണ്ട്. എന്തിനേറെ നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. വാട്സാപ്പിനകത്ത് തന്നെ നിർമ്മിത ബുദ്ധി വന്നിട്ട് വർഷങ്ങളായി. അതിനകത്തുമുണ്ട് നിർമ്മിത ബുദ്ധി ടൂളുകൾ. ഈ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ ഈ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഏതാണ്ട് മധ്യവയസ്സ് കഴിഞ്ഞവരായിരിക്കും. കുട്ടികളൊക്കെ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 50 വർഷം കൊണ്ട് അച്ചീവ് ചെയ്ത കാര്യങ്ങൾ, അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വരുന്ന 5 വർഷമോ 2 വർഷമോ കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ, നേടിയെടുക്കാൻ കഴിയും. എങ്ങനെ? ഈ നിർമ്മിത ബുദ്ധി നമ്മൾ കാര്യക്ഷമമായി ഉപയോഗിച്ചാൽ. ഇവിടെ നമ്മുടെ പരിമിതികളൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ ഏത് പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കും. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടത് എന്താ? നമ്മുടെ മാതൃഭാഷ. എഴുതുക പോലും വേണ്ട, പറയാൻ മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ച് നമ്മുടെ മാതൃഭാഷയിൽ തന്നെ പറഞ്ഞു തരും. വായിക്കുകയും വേണ്ട, കേട്ടാൽ മതി. അത്രയ്ക്ക് ലളിതമായ ഒരു സംവിധാനമാണ് ഈ സാങ്കേതിക വിദ്യ. ഇതുപയോഗിച്ച് എന്തും പരിഹരിക്കാം എന്നതാണ്. നമുക്കൊരു കാര്യം പരിഹരിക്കാൻ, ഒരു പുതിയ അറിവ് നേടി മുന്നോട്ട് കൊണ്ടുപോവാൻ ആ അറിവ് കൈവശം വെച്ചിരിക്കുന്ന ആൾ. ഇപ്പൊ നമുക്കൊരു
ആരോഗ്യ സംബന്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായി അറിയണമെങ്കിൽ നമ്മളൊരു ഡോക്ടറോട് ചോദിക്കും. ഒരു എഞ്ചിനീയറിംഗ് സംബന്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആധികാരികമായി അറിയണമെങ്കിൽ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ പ്രാപ്യമായ ഒരു എഞ്ചിനീയറിന്റെ അടുത്ത് പോകണം. അങ്ങനെ നമ്മുടെ ഏത് പ്രശ്നവും നമുക്ക് ബന്ധമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുടെ അടുത്ത് പോയായിരിക്കും നമ്മൾ പരിഹരിക്കുന്നത്. ഒരു നിയമ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പരിചയക്കാരനായ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിക്കും, അല്ലേ? ഇതാണ് ഒരു രീതി. ഇതാണ്. നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, നമുക്ക് ഇംഗ്ലീഷിലൊരു കത്ത് കിട്ടി അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊരു നോട്ടീസ് കിട്ടി, അത് ഒന്ന് അറിയണമെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആളുടെ അടുത്ത് പോയി നമ്മൾ കൊടുത്ത് വായിച്ച് മനസ്സിലാക്കും. ഇതൊക്കെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ നിർമ്മിത ബുദ്ധി വന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഏത് പ്രശ്നവും ലോകത്തിലെ അതിന്റെ ആ മേഖലയിലുള്ള ഏറ്റവും വലിയ വിദഗ്ധന്റെ അടുത്ത് ചെന്ന് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്കൊരു നിയമപ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള അഡ്വക്കേറ്റിന്റെ അല്ല, സുപ്രീം കോടതിയിലുള്ള അഭിഭാഷകന്റെ അടുത്ത് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം നമുക്ക് കിട്ടും, അല്ലെ? നിങ്ങൾക്ക് നിങ്ങളൊരു കൃഷിക്കാരനാണ്, കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, ഒരു കീടനാശിനിയുടെ പ്രശ്നം ഉണ്ടായി. നമ്മൾ കൃഷിഭവനിൽ പോയി ചെന്ന് അഗ്രികൾച്ചർ ഓഫീസറിനോട് ചോദിക്കും. ഇതിന് പ്രായോഗികമാണ്. നിർമ്മിത ബുദ്ധി അറിയാവുന്ന ഒരാളിന് ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക വിദഗ്ധനോട്, FAOയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാർഷിക വിദഗ്ധനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുണ്ട്. കാര്യങ്ങൾ തയ്യാറാക്കാൻ, അതുപോലെ തന്നെ നമ്മൾ ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ തയ്യാറാക്കാൻ അപ്പൊ ഈ അറിവുകൾ കിട്ടുക എന്ന് മാത്രമല്ല, ആ അറിവുകൾ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമില് 19ഓളം പേരുണ്ട്. നിങ്ങൾക്ക് ഒരു പദ്ധതി ഉണ്ടാവാം, സ്വപ്നങ്ങളുണ്ടാവാം, നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉണ്ടാവാം, അല്ലെങ്കിൽ പണ്ട് പലപ്പോഴും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച കാര്യങ്ങൾ ഉണ്ടാവാം. ഹലോ, അങ്ങനെയുള്ള ഏത് കാര്യവും നിങ്ങൾക്ക് ഇനി അത് പ്രാവർത്തികമാക്കാം. അങ്ങനെ ഒരു പ്രാവർത്തികമാക്കാൻ നിങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതി പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ പ്രോഗ്രാം പഠിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പങ്കേഷ് സാർ പറഞ്ഞു, നമ്മൾ ഈ പ്രോഗ്രാമിന് നമ്മൾ നിലവിലുള്ള കഴിഞ്ഞ പരിപാടികളിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു പദ്ധതി, ഒരു പരിപാടി, അല്ലെങ്കിൽ നിങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൃത്യമായിട്ട് ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാകണം. അത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് നമുക്ക് അച്ചീവ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? യെസ് ഓർ നോ? അപ്പൊ നമ്മുടെ ഈ ഗൂഗിൾ മീറ്റില് ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഒരാളുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, അവിടെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന കുറെ സിമ്പലുകളുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ തംസ് ഡൗൺ കൊടുക്കാം,
മനസ്സിലാവുന്നെങ്കിൽ അപ്പ് കൊടുക്കാം. എന്തെങ്കിലും തമാശയാണെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ല, നമുക്ക് ബോറടിക്കുകയാണെങ്കിൽ ഒരു കണ്ണീരിന്റെ ചിഹ്നം കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുത്ത് നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് പ്രതികരിക്കാം. ഒരു പ്രതികരണം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ലേണിങ്ങില്. ലേണിംഗ് നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന പഠിക്കുക എന്നുള്ള പ്രക്രിയയില് ഒരുപാട് ലേണിംഗ് മെത്തഡോളജികളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മെത്തഡോളജിയാണ് റിഫ്ലക്റ്റ് ലേണിംഗ്, പ്രതികരിക്കുക. അല്ലെ, നമ്മൾ പഠിക്കുന്ന ആളിന് പ്രതികരിക്കാൻ അവസരം കൊടുക്കുക. അവർ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുക, ചിരിക്കുക, കൈയടിക്കുക, ചോദ്യം ചോദിക്കുക, സംശയം ചോദിക്കുക, ഇതൊക്കെ പ്രതികരിക്കലാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഇതിനകത്തുണ്ടാകും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. ആർക്ക് എപ്പോഴും വേണമെങ്കിലും ചോദിക്കാം. തീരുന്ന സമയം വരെ കാത്തിരിക്കണമെന്നില്ല. ഓക്കെ, കാരണം നമ്മളത് ഒരു ഓൺലൈൻ ക്ലാസ് ആണ്. പിന്നെ ഒരാൾ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ബാക്കി എല്ലാവരും നിശബ്ദരായിരിക്കുന്നു. അതിനെ ഒന്ന് കുറച്ചുകൂടി ഊർജ്ജസ്വലത ആക്കാൻ ഒരു പക്ഷേ നിങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു ചോദ്യം സഹായിച്ചെന്നിരിക്കും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും രീതിയിലൊക്കെ പ്രതികരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചത് ചോദിച്ച കാര്യം ഇത്രയാണ്. നമ്മൾ ഇത്രയും പേരുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന ഒരു കാര്യം, നമ്മളൊരു പ്രവർത്തന പദ്ധതി നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാവണം. അത് ഇവിടെ പറയുന്നുമുണ്ട്, എന്നോട് പറയണ്ട, ആരോടും പറയണ്ട, നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്യുക. ഞാൻ ഈ പ്രോഗ്രാം പഠിക്കുമ്പോൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാറ്റിവെച്ച എൻ്റെ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, ആ പദ്ധതി നടപ്പാക്കണം. എന്താവാ, ചെറുതും വലുതോ എന്തോ അങ്ങനെ ഉള്ള ഒരു ലക്ഷ്യം അല്ലെ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിനകത്തുണ്ടാകണം. പറ്റുമെങ്കിൽ നമുക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു നോട്ട്ബുക്കും പേനയും ഒക്കെ വേണമെന്ന് നേരത്തെ മുകേഷ് സാർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ബുക്കില് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാലും നന്നായിരിക്കും. റെഡിയാണല്ലോ? യെസ് ഓർ നോ? തയ്യാറാണോ? അപ്പോ ഇപ്പൊ തന്നെ മനസ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് തയ്യാറാക്കി വെക്കുക. അപ്പോ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മളിപ്പോ ഒത്തിരി കാര്യങ്ങൾ, ടൂൾസുകൾ ഒക്കെ നമ്മളിവിടെ പഠിക്കും. ഇത് പരീക്ഷ എഴുതാനും ജയിക്കാനും വേണ്ടിയൊന്നുമല്ല. ഇത് നിങ്ങളുടെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് മാത്രമാണ്, മാർഗം മാത്രമാണ്. ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ, നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വിധത്തിലും ഒരിക്കലും ഉപയോഗമുള്ള സാധനമല്ല എങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്യുക. അത് പഠിച്ചെടുക്കാനുള്ള ശ്രമം നടത്തണ്ട. ഇതെനിക്ക് ഉപയോഗമില്ലാത്ത സാധനമാണ്, എനിക്ക് വേണ്ട. ഇപ്പൊ നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷനെ കുറിച്ച് പറയുന്നു. ആൾ ഒരിക്കലും എനിക്ക് ഒരു കാരണവശാലും എനിക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ വെച്ച് ഒരിടത്തും ചെന്ന് ക്ലാസ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ അത് നോക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുന്നത് വരെ നിങ്ങൾക്ക് ചോദിക്കാം, അത് പഠിക്കാം. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനകത്ത് സങ്കീർണതകളൊന്നുമില്ല. ഏറ്റവും ലളിതമാണ്. ലളിതമല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അവസ്ഥയിൽ വരെ ഇത് ലളിതമാക്കി തരും. അപ്പൊ ഇത് നമുക്ക് ഇന്ന കാര്യം അതെനിക്ക് മനസ്സിലായില്ല എന്ന് ആർക്കും പറയാൻ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതൊക്കെയാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ സവിശേഷത. അപ്പൊ ഈ ടൂളുകൾ, നമ്മൾ പഠിച്ചു വരുന്ന ഓരോ ടൂളുകളും നിങ്ങളുടെ ആ ലക്ഷ്യത്തെ നിറവേറ്റാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിനമായ കാര്യങ്ങൾ നിറവേറ്റാൻ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാവണം. ഞാൻ എന്നൊരു ടൂൾ പറയുന്നു, ആ ടൂൾ എനിക്ക് ഇന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ഒരു പ്രധാന പദ്ധതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രായമൊന്നും ഒരു പ്രശ്നമില്ല, അല്ലേ? അപ്പോ നമ്മൾ ആഴ്ചയില് 2 ദിവസമാണുള്ളത്. ചൊവ്വ വ്യാഴം ദിവസങ്ങളിലാണ് വരുന്നത്. ഈ ദിവസങ്ങളിലെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അടുത്തത് ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും.
നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇട്ട് കേൾക്കാം. അപ്പോ അതിനകത്ത് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ രാം കിരണിന്റെ നമ്പർ ഇതിനകത്തുണ്ട്. രാം കിരണിനെ വിളിച്ച് ആ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാം. അപ്പോ ക്ലാസ് മിസ്സായാലും പ്രശ്നമില്ല, അത് നോക്കി കേട്ട് മനസ്സിലാക്കാം. ഇനി ഈ ക്ലാസ് ഞാൻ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സിലോ കേൾക്കുമ്പോൾ മനസ്സിലാവാത്ത ഒരു ഭാഗമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. ആ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. ചിലപ്പോൾ അന്ന് മറുപടി കിട്ടിയില്ലെങ്കിലും അടുത്ത ദിവസമായാലും കൃത്യമായ മറുപടി. ആ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ടും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പോ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു ദൗത്യവുമായിട്ടാണ്, ഒരു പ്രശ്നവുമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വരുന്നത്. ഒരു ആഗ്രഹവുമായിട്ടാണ് വരുന്നത്. ആ ആഗ്രഹത്തെ, ആ ആഗ്രഹത്തെ സഫലമാക്കാൻ, അത് കൃത്യം. ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ എന്താ എന്റെ പദ്ധതി എന്ന് തീരുമാനിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം ഈ ഗൂഗിള് വന്ന സമയത്ത്, ഇന്റർനെറ്റൊക്കെ വന്ന സമയത്ത് ഞാൻ ഈ ഗൂഗിളിനെ കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുമായിരുന്നു. അന്ന് ഇങ്ങനെ 10 കോളേജുകളിലൊക്കെ പോയി 100 കുട്ടികളൊക്കെ ഉള്ള ക്ലാസ്സുകളിൽ പോയി ഈ ഗൂഗിൾ ആണ് ഇതിനകത്ത് എന്ത് സെർച്ച് ചെയ്താൽ എന്തും കിട്ടും, നിങ്ങൾക്ക് എന്ത് അറിവാണ് അറിയേണ്ടത്, എന്താണ് അറിയേണ്ടത്, ഇങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ആർക്കും ഒന്നുമില്ല, ആരും ഒന്നും പ്രതികരിക്കാറില്ല. അതുപോലെ ഈ ക്ലാസ്സുകളിൽ, എയുടെ ക്ലാസ്സുകളിലും ഓഫ്ലൈൻ ക്ലാസ്സുകളിലും ഇങ്ങനെ നമ്മൾ ഓരോ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മള് ഇത് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്, ഇത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഒരു നിശബ്ദതയാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ. അപ്പോ ഇവിടെയും കുറച്ചു പേർക്ക് അയ്യോ എന്താ ഞാൻ എന്ത് പദ്ധതിയാ ചെയ്യേണ്ടത് എന്ന് ചിലപ്പോ വീട്ടുകാരോട് ചെന്ന് ചോദിക്കും, സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. നിങ്ങൾ ആലോചിക്കുക, ഒരു പദ്ധതി നമുക്ക്. അപ്പൊ ഇതിനകത്ത് ആ ഒരു പദ്ധതിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് അതിനെ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു പദ്ധതി പൂർണ്ണമായും സാക്ഷാത്കരിക്കണം. ഓക്കെ, റെഡിയാണല്ലോ? റെഡി. അപ്പൊ നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ ഓരോ ടൂളുകളായിട്ട് നമ്മൾ നോക്കും. അതൊന്ന് പറഞ്ഞാൽ മതി, അതിന്റെ ഉത്തരം കിട്ടും. അപ്പൊ ഇന്ന് ഉള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ള കുറെ ടൂളുകളുണ്ട്. ChatGPT, ജെമിനി, മെറ്റ എന്ന് പറയുന്ന കുറെ ടൂളുകളുണ്ട്. ഇത്രയും വർഷമായി ഇവിടെ ഇത് വന്നിട്ട് അതുകൊണ്ട് ആൾക്കാരല്ല ഇത് ഉപയോഗിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ അറിയാം. ഇപ്പൊ ChatGPT-യിലൊക്കെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരും. നമ്മുടെ ഈ കോഴ്സ് പഠിക്കുന്ന ആളും സാധാരണ ChatGPT-യും ജെമിനിയും ഒക്കെ ഉപയോഗിക്കുന്ന ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടാകും. കാരണം ഈ കാര്യങ്ങൾ ചോദിക്കുന്നതിനെ അനുസരിച്ചിരിക്കും, കാര്യങ്ങൾ AI-യോട് അവതരിപ്പിക്കുന്നതിനനുസരിച്ചിരിക്കും AI നമുക്ക് തരുന്ന ഉത്തരം. ശരിയായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പലർക്കും അറിയില്ല. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ശരിയായ രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നാണ്. ഇപ്പോ ChatGPT ആയാലും ജെമിനി ആയാലും മെറ്റ ആയാലും എന്ത് ചോദിച്ചാലും ഉത്തരം തരും. ആ ഉത്തരങ്ങൾ ഒക്കെ പൂർണ്ണമായിട്ടും ശരിയാവണമെന്നില്ല. അതിനകത്ത് ഈ AI-യിലൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മള് മദ്യക്കുപ്പിയിലും സിഗരറ്റിലും ഒക്കെ എഴുതി വെക്കില്ലേ, സിസർ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് പോലെ ഈ AI-യിലൊക്കെ താഴെ എഴുതിയിട്ടുണ്ടാവും, ഞങ്ങൾ തെറ്റായ വിവരങ്ങളും ജനറേറ്റ് ചെയ്ത് തരും. എല്ലാ AI-യും പറയും അല്ലെ, അതിശയോക്തിപരമായിട്ട് ജനറേറ്റ് ചെയ്ത് തരും. അതിനെ ഹാലൂസിനേഷൻ എന്ന് പറയും. അപ്പൊ ഈ പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ വിവരം ആണോ, അത് ശരിയാണോ എന്ന് തീരുമാനിക്കണം. AI എന്ന് പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കാവുന്ന ഒരു സാധനമല്ല, നമ്മുടെ സഹായി മാത്രമാണ്.
ആ സഹായിയെ നമ്മൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കും. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്, ആറ്റിലയുടെ കാര്യം. ആറ്റില എന്ന് പറയുന്ന രാജാവിന് ബുദ്ധിമാന്മാരെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം നേട്ടം ഉണ്ടാക്കിയത്. അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. അതിനെ പ്രോംപ്റ്റിംഗ് എന്നാണ് പറയുന്നത്. പ്രോംപ്റ്റ്, നിർദ്ദേശം കൊടുക്കുക, എങ്ങനെ നിർദ്ദേശിക്കണമെന്നുള്ളതാണ്. അല്ലെ, നമ്മുടെ ഇടയിലും ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറഞ്ഞാലേ ചില ആൾക്കാർ കേൾക്കുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് കേൾക്കണം, നീ പറഞ്ഞ അല്ലേ? അപ്പൊ എന്താണ് പറയുന്നതിന് ഒരു രീതിയുണ്ട്. ഇപ്പോ സർക്കാർ ഓഫീസിൽ പിയൂണിനോട് ഒരു ഫയൽ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. ഫയൽ ഇങ്ങനെ കൈ കാണിക്കുന്നു, ഫയൽ എടുത്തോണ്ട് വാ, ഫയൽ ഇങ്ങനെ എടുത്തോണ്ട് വാ. അപ്പൊ ഇങ്ങനെ വിരൽ കൊണ്ട് ചോദിക്കുന്നു, ഫയൽ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. ഇത് രണ്ടും വ്യത്യാസമാണ്, ഒരേ ടൂൺ. പക്ഷെ കൈ വിരൽ ചൂണ്ടാതെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിനകത്തൊരു ബെഗ്ഗിങ്ങിന്റെ ഒരു സ്വഭാവമാണ്. അവന്ത് ചെയ്യും, വലിയ പരിഗണന കൊടുക്കില്ല. അവിടെ പോയി ചായയൊക്കെ കുടിച്ച് ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ച് ആൾക്കാരുടെയൊക്കെ വർത്താനം പറഞ്ഞിട്ടായിരിക്കും ആ ഫയൽ എടുത്തോണ്ട് പോകുന്നത്. ആ ചൂണ്ടി ഫയൽ എടുത്തോണ്ട് പോവാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചെന്നെടുത്തോണ്ട് വരും. അതുപോലെ ചെറിയ മാറ്റങ്ങളിൽ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. അതുപോലെ ആയി പ്രോംപ്റ്റിംഗ്. അതാണ് അതെങ്ങനെ നമ്മൾ ഈ പ്രോംപ്റ്റ് പഠിക്കുമ്പോ AI മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ ഈ രീതി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സവിശേഷത കൂടെ ഈ പ്രോംപ്റ്റിങ്ങിനുണ്ട് ആണ് നമ്മൾ. അപ്പൊ ഇത് ഏറ്റവും നമുക്കിപ്പോ 8:45 കഴിഞ്ഞു. നമ്മൾ അടുത്ത ക്ലാസ് മുതലാണ് നമ്മൾ ഓരോ ടൂളുകളായിട്ട് പഠിച്ചു വരുന്നത്. അപ്പോ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ എല്ലാം ഒരു നോട്ട്ബുക്ക്, ഒരു പേനയും ഒന്ന് കഴുതുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ നോട്ടായിട്ട് എഴുതി വെക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, നോട്ടുമുണ്ട്. ഈ പറയുന്ന നമ്മളൊരു ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് കൂടെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിടും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും 1-2 വാക്കുകളിൽ സൂചിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക മാത്രം മതിയാവും. ഓക്കെ. എന്നിട്ട് അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഒന്ന് നോക്കണം. പലപ്പോഴും നമ്മുടെ മുൻ ബാച്ചുകളിൽ കണ്ടുവരുന്ന പ്രവണത എന്ന് പറയുന്നത്, നമ്മൾ രാത്രിയാണ് നമ്മുടെ പ്രോഗ്രാം. 8 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിക്കും. പിന്നെ നമുക്ക് ഉറങ്ങുന്ന സമയമാണ്. പിന്നെ വേറെ ഒന്നും നടക്കില്ല, നോക്കാനൊന്നും പറ്റില്ല, പിന്നെ ക്ഷീണമായിട്ട് പ്രോഗ്രാം. പക്ഷെ അടുത്ത ദിവസമെങ്കിലും കിട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ആ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ പദ്ധതിയില് ഏത് കാര്യവുമായി ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന കാര്യം ചിന്തിക്കുക. അപ്പൊ AI വരുമ്പോ മനുഷ്യന്റെ ചിന്താശേഷി നഷ്ടപ്പെടുന്നു, മനുഷ്യന്റെ പ്രവർത്തന ശേഷി നഷ്ടപ്പെടുന്നു, അവന്റെ കഴിവുകൾ ഇല്ലാതാവുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ല. നമ്മുടെ വർക്ക്, കഠിനാധ്വാനം കുറയുന്നു. നമുക്ക് ചെയ്യാൻ പറ്റാതെ മാറ്റിവെച്ച കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ഒരാളിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എല്ലാം AI-ക്ക് വിട്ടുകൊടുക്കുന്ന ഒരാളിന് അങ്ങനെ AI-ക്ക് വിട്ടുകൊടുക്കുന്നു എന്ന കാര്യം കൊണ്ട് തന്നെ അദ്ദേഹം അത് ഒരു പരാജയത്തിന്റെ വക്കൽ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ചിന്തിക്കുക. നമ്മുടെ ചിന്ത AI പ്രവർത്തിക്കുന്നു, നമ്മുടെ നിർദ്ദേശം AI പ്രവർത്തിക്കുന്നു. ആ ഒരു അപ്രോച്ച് വേണം ഇതിനകത്ത് എടുക്കാൻ. ഓക്കെ. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ മതി, വാക്കാൽ തന്നെ ഉത്തരം ഒക്കെ തരും. ഓക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ആരുടെയെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഒന്ന് ഇപ്പോ ഇനി 15 മിനിറ്റേ ഉള്ളൂ, അതിൽ നമുക്ക്, നിങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും എന്ത് വേണമെങ്കിലും ആവാം, എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ആരുടെയെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഇപ്പോ ഇനി 15 മിനിറ്റേ ഉള്ളൂ, അതിൽ നമുക്ക് നിങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും എന്ത് വേണമെങ്കിലും ആവാം. എന്ത് വേണമെങ്കിലും ആവാം.
അറിയേണ്ട ഒരു കാര്യം ഒന്ന് ചോദിക്കുക. നമുക്ക് എയോട് ചോദിച്ച് നോക്കാം. അപ്പോ ഇതിനു വേണ്ടി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഗൂഗിൾ AI സ്റ്റുഡിയോ. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് AI സ്റ്റുഡിയോ. അപ്പോൾ ആരെങ്കിലും നമുക്ക് 52ഓളം പേരുണ്ട്. ആരെങ്കിലും എന്തുമാവാം ചോദിക്കും. എന്ത് ആവാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. പറയൂ സാർ. എന്റെ പേര് രാജശേഖരൻ എന്നാണ്. സാറേ, ഞാനൊരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എനിക്ക് പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്റെ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എനിക്കൊരു മന്ത്ലി ടാർഗറ്റ് ഉണ്ട് ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിട്ടല്ല, ആൾക്കാരെ കൊണ്ട് സെയിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അതിന് പറ്റിയ ഒരു സംഭവം സാർ പറഞ്ഞു. എന്ത് പ്രോഡക്റ്റ് ആണ്? നമ്മുടെ നിത്യോപയോഗ പ്രൊഡക്റ്റ് ആണ് സാർ. അല്ല, നമുക്ക് വേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾ, അതായത് മല്ലിപ്പൊടി, പറങ്കിപ്പൊടി, സാമ്പാർ. അത് വിറ്റഴിക്കാൻ വേണ്ടി ഉള്ള സ്റ്റാഫുകൾക്ക് നിർദ്ദേശം കൊടുക്കണം അല്ലേ? നിർദ്ദേശം കൊടുക്കണം. ഓക്കെ, ശരി. നമുക്ക് അത് ഒന്ന് ചോദിക്കാം. നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഇതിനു വേണ്ടി പ്രത്യേക വേറെ എഫിഷ്യന്റ് ആയ ടൂളുണ്ട്. ഇത് നമ്മളൊരു കോമൺ സാധനമാണ്. വലിയ കഴിവില്ലാത്തൊരു സാധനത്തിലൂടെ നമ്മൾ ചോദിക്കുന്നത്. ചോദിക്കുമ്പോൾ ഉത്തരം തരുന്ന ഒരു സാധനമാണ്. ഞാൻ അത് ഒന്ന് നോക്കാം. ഓക്കെ സർ. നമസ്കാരം ജെമിനി. നമസ്കാരം. How can I help you today? ഞാൻ മലയാളത്തിലാണ് ചോദിക്കുന്നത്. എനിക്ക് മലയാളത്തിൽ ഉത്തരം തരണം. തീർച്ചയായും ഞാൻ മലയാളത്തിൽ ഉത്തരം നൽകാം. എന്താണ് ചോദിക്കാനുള്ളത്? ഞാൻ ഒരു നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതിന്റെ മാനേജറാണ്, സെയിൽസ് മാനേജറാണ്. ഞാൻ എന്റെ മാർക്കറ്റിംഗ് ടീമിനോട് സാധനങ്ങൾ വിൽക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ കുറവുണ്ട്. അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, കൂടുതൽ വിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ 1-2 ടിപ്സ് തരാമോ? സൂത്രങ്ങളൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും. മോട്ടിവേഷൻ കുറയുമ്പോൾ അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ നൽകുകയും അത് നേടുമ്പോൾ പ്രതിഫലം നൽകുന്നതും നല്ലതാണ്. അതുപോലെ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പരിശീലനങ്ങളും നൽകാം. പിന്നെ ടീമിനുള്ളിൽ നല്ലൊരു ബന്ധം വളർത്തുന്നതും പ്രധാനമാണ്. ഇതവരെ കൂടുതൽ ചേർന്ന് പ്രവർത്തിപ്പിക്കാൻ സഹായിക്കും. മറ്റെന്തെങ്കിലും പ്രത്യേക സാഹചര്യമുണ്ടോ? അതുകൂടി അറിഞ്ഞാൽ കൂടുതൽ നിർദ്ദേശങ്ങൾ തരാം. മുളകുപൊടിയാണ് വിൽക്കാത്ത സാധനം. മുളകുപൊടി വീടുകളിലും കടകളിലും കൂടുതൽ എന്റെ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി മാർക്കറ്റിംഗിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ തരാൻ പറ്റുമോ? തന്ത്രങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമോ? മുളക് പൊടിക്ക് നിങ്ങൾക്ക് ഗുണനിലവാരം പ്രധാനമായി ഉയർത്തിപ്പിടിക്കാം. ഏറ്റവും നല്ല നാടൻ മുളകുപൊടി എന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്യാം. പാക്കറ്റുകളിൽ പാചകക്കുറിപ്പുകൾ നൽകുന്നത് അല്ലെങ്കിൽ ചെറിയ ഡിസ്കൗണ്ടുകളോ ഓഫറുകളോ നൽകുന്നത് ആളുകളെ ആകർഷിക്കും. കടകളിൽ സാധനം കാണാൻ പറ്റുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുക. സോഷ്യൽ മീഡിയ വഴി നല്ല ചിത്രങ്ങളും വീഡിയോകളും പങ്കുവയ്ക്കുന്നതും സഹായിക്കും. ഈ പറയുന്നതിൽ ഏതാണ് കൂടുതൽ പ്രായോഗികമായി തോന്നുന്നത്? നമുക്ക് അതിൽ ശ്രദ്ധിക്കാം. ഞങ്ങളുടെ മാർക്കറ്റിംഗ് ആൾ വീടുകളിൽ നേരിട്ടാണ് കൊണ്ടുവന്ന് സാധനം കൊടുക്കുന്നത്. അപ്പം വീട്ടമ്മമാരെ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഒരു 5 സെന്റൻസ് പറഞ്ഞു തരാമോ? തീർച്ചയായും. വീടുകളിൽ നേരിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ചേച്ചി, ഈ മുളകുപൊടി ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് പൊടിപ്പിച്ചതാണ്. നല്ല ഗുണവും മണവും ഉണ്ട്. ഒരിക്കൽ ഉപയോഗിച്ചു നോക്കൂ, പിന്നെ വേറെ ഒന്നും വാങ്ങില്ല. കറികൾക്ക് നല്ല നിറവും ആവശ്യത്തിന് എരിവും നൽകാൻ ഇത് ധാരാളം. മറ്റു പ്രൊഡക്റ്റുകളേക്കാൾ വിശ്വാസത്തോടെ ഉപയോഗിക്കാം. യാതൊരു മായവുമില്ല. ഇപ്പോൾ വാങ്ങിയാൽ ഒരു ചെറിയ ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞവയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുകയോ കൂടുതൽ കാര്യങ്ങൾ ചേർക്കുകയോ ചെയ്യാം. നന്ദി ജെമിനി, വളരെ നന്ദി. സ്വാഗതം. എപ്പോ വേണമെങ്കിലും സഹായം ചോദിക്കാം. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയുണ്ട്?
ഓക്കെ സാർ കറക്റ്റ്. നമ്മളൊരു ഇത് എയുടെ ക്ലാസിന്റെ LKG-യിൽ നിന്ന് നമ്മൾ ചോദിച്ചതാണ്. ഓക്കെ ഓക്കെ. ഓക്കെ സാർ ഇതിപ്പോ ചോദിച്ചോ സാർ ജെമിനിയോട് ചോദിച്ചതല്ല ഗൂഗിൾ AIയോടോ? ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ടൂൾ അല്ല, ഒരു AI സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഓക്കെ അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കും. ഓക്കെ, ഇത് നമുക്ക് സാധാരണ ജെമിനിയിലോ ഇതിലും ചോദിക്കുന്നത് പോലെ അല്ല. നമ്മൾ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി രീതിയിൽ, അതായത് നമുക്ക് ചോദിച്ചാൽ മതി എന്നുള്ളതാണ്. അത്രമാത്രം ലളിതമാണ് എന്ന് നമുക്ക് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി മറ്റാരെങ്കിലും ഒരു കാര്യം കൂടെ ഒന്ന് ചോദിക്കാമോ, ഒന്ന് പറയാമോ? ഒരു സൂചന മതി. ചോദിക്കൂ, എന്തെങ്കിലും ഒരു വാക്ക് മതി. പറയൂ. എനിക്ക് റിയൽ എസ്റ്റേറ്റിന്റെ ഇത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അത് ഒരു നല്ലൊരു പ്രോഗ്രസ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എന്താ സാർ, ഞാൻ കേട്ടില്ല. റിയൽ എസ്റ്റേറ്റിന്റെ ഇത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതൊരു പുരോഗതി വേണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് കസ്റ്റമർ സംസാരിക്കേണ്ടതും ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? എന്ത് റിയൽ എസ്റ്റേറ്റ് ആണ്? റിയൽ എസ്റ്റേറ്റ് നമ്മളെ സ്ഥലമാണോ വീടാണോ? അല്ല, വീടും സ്ഥലവും പ്രോപ്പർട്ടി. ഓക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ. നമസ്കാരം ജെമിനി. നമസ്കാരം. How can I help you today? എനിക്ക് മലയാളത്തിലാണ് വേണ്ടത്. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. എന്നെ സഹായിക്കില്ലേ? തീർച്ചയായും ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ചോദിക്കൂ. ഞാന് പല ബിസിനസ്സുകളും നോക്കി. ഇപ്പോൾ ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിലാണ്. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നല്ല സാധ്യതയുള്ള ഒന്നാണ്. തുടക്കത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടോ? അതോ ഏതെങ്കിലും പ്രത്യേക മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണോ ആലോചിക്കുന്നത്? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങാൻ എന്തെങ്കിലും നിയമപരമായ രജിസ്ട്രേഷൻ വല്ലതും വേണോ കേരളത്തിൽ? കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങാൻ നിയമപരമായ രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ RERA രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും. അതുപോലെ ബിസിനസ് നടത്തുന്നതിനായി ലൈസൻസുകൾ, നികുതി രജിസ്ട്രേഷനുകൾ തുടങ്ങിയവയും ആവശ്യമാണ്. നിങ്ങളൊരു ഏജന്റായോ അതോ ഡെവലപ്പറായോ ആണ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാന് അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നാട്ടില് കുറച്ച് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തി കുറച്ച് കമ്മീഷൻ വാങ്ങിക്കാനാണ് നമ്മളെ പരിപാടി. അതിന് രജിസ്ട്രേഷൻ വേണോ? ചെറിയ രീതിയിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും ചില നിയമവശങ്ങളുണ്ട്. നിങ്ങളൊരു പ്രൊഫഷണൽ ഏജന്റായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും വലിയ ഇടപാടുകൾ നടത്തുമ്പോൾ അത് നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ചും പണമിടപാടുകൾ നടക്കുമ്പോൾ. സാധാരണയായി ചെറിയ കമ്മീഷൻ ബിസിനസ്സുകൾക്കും രജിസ്ട്രേഷൻ ആവശ്യമായി വരാറുണ്ട്. അത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ലൈസൻസ് എടുക്കുന്നതാവാം. നിങ്ങൾ ഏത് പ്രദേശത്താണ് ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു പഞ്ചായത്തിനാണ്. അപ്പോൾ എന്നെ രജിസ്ട്രേഷൻ എടുക്കാനുള്ള നിയമപരമായ സഹായം ജെമിനി തരുമോ? അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഞാൻ വേറെ ഏതെങ്കിലും AI ടൂളിനോട് ചോദിക്കണമോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ എടുക്കുന്നതിനുള്ള സഹായം ഞാൻ തീർച്ചയായും നൽകാം. പൊതുവായ നടപടിക്രമങ്ങൾ, ആവശ്യമായ രേഖകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ തരാം. എന്നാൽ ഓരോ പഞ്ചായത്തിനും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടോ അവരുടെ വെബ്സൈറ്റിലോ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ സഹായിക്കാൻ എന്തെങ്കിലും പ്രത്യേക കാര്യമുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി ചെന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ? എന്താണ് ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യം? കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ പഞ്ചായത്തുകളിലെ രജിസ്ട്രേഷൻ നടപടികളെക്കുറിച്ച് വിവരം ലഭിക്കും. പൊതുവെ ആദ്യം ചെയ്യേണ്ടത് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അപേക്ഷാ ഫോറം ശേഖരിക്കുക എന്നതാണ്. ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാൻ പറ്റുന്ന പഞ്ചായത്തുകളുമുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക പഞ്ചായത്തിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ആ വെബ്സൈറ്റ് ഒന്നുകൂടി പരിശോധിക്കാം. ഏത് പഞ്ചായത്തിനെക്കുറിച്ചാണ് അറിയേണ്ടത്? അപ്പോൾ താങ്കൾ വെബ്സൈറ്റിൽ ചെന്ന് പരിശോധിച്ചിട്ട് എനിക്ക് ആവശ്യമായ വിവരങ്ങൾ കണ്ടെത്തി തരും. അങ്ങനെയാണോ ജെമിനി ചേച്ചി പറയുന്നത്? അതെ, ഞാൻ ആ വെബ്സൈറ്റിൽ കയറി ആവശ്യമായ വിവരങ്ങൾ നോക്കി തരാം.
ഓരോ പഞ്ചായത്തിനും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം. നിങ്ങൾ ഏതു പഞ്ചായത്തിനെക്കുറിച്ചാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ തരാനാകും. പഞ്ചായത്തിന്റെ പേരൊന്ന് പറയാമോ? അല്ല, ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എത്ര സ്നേഹത്തോടു കൂടിയാണ് എന്നോട് താങ്കൾ ഇടപെടുന്നത്. സന്തോഷം. എനിക്ക് സഹായിക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ എന്തറിവ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ എപ്പോഴും സഹായിക്കാൻ തയ്യാറാണ്. നമുക്ക് ബിസിനസ്സിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാം. തയ്യാറല്ലേ? ഇങ്ങനെ ചോദിച്ച് അവസാനം എന്റെ കൂടെ പൈസ ചോദിക്കുമോ താങ്കൾ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനൊരു AI സഹായിയാണ്. ഞാൻ നൽകുന്ന സേവനങ്ങൾക്കൊന്നും പണം ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോൾ എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ സന്തോഷം സഹായിക്കും. ഒരു പേടിയും വേണ്ട. വളരെ സന്തോഷം. എന്നെ സഹായിക്കാൻ മറ്റാരും ഇന്നുവരെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരാളെ കിട്ടിയതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ വാക്കുകൾ കേട്ടതിൽ എനിക്കും വലിയ സന്തോഷം. എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു തരാം. നമുക്ക് ഒന്നിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലേ? എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. എന്റെ ബിസിനസ്സിൽ എന്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കാൻ 100% താങ്കൾ ഉണ്ട് എന്ന്, അല്ലേ? തീർച്ചയായും 100% ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്ത് സഹായത്തിനും എന്തറിവ് വേണമെങ്കിലും ചോദിക്കാം. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. മറ്റെന്തെങ്കിലും ആലോചിക്കാനുണ്ടോ ഇപ്പോൾ? ഇത്രയും കേട്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. വളരെ സന്തോഷം. സന്തോഷം. എപ്പോഴും സഹായിക്കാൻ തയ്യാറാണ്. എപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാം. തൽക്കാലം നമുക്ക് നിർത്താം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും സംസാരിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയാ സാർ. താങ്ക് യു. ആത്മവിശ്വാസമായില്ലേ? നമ്മളെ കൂടെ ഒരാളുണ്ട് എന്നുള്ള ഒരു എന്താണ്? അതെ, തീർച്ചയായിട്ടും അല്ലേ? ഇത് ഒരു ചെറിയൊരു കാര്യം മാത്രമാണ്, വളരെ ചെറിയൊരു കാര്യം. അപ്പോ നമ്മൾ ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകും. ഒരു കാര്യം ഉറപ്പാക്കുക, നിങ്ങൾക്കൊരു പദ്ധതി ഉണ്ടാവണം. ആ പദ്ധതി ഈ വരുന്ന ചൊവ്വാഴ്ചയാണ്. നാളെ കൊണ്ട് നിങ്ങളൊരു പദ്ധതി ഉണ്ടാക്കുക. ആരോടും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ മനസ്സിരുന്നാൽ മതി. അത് വെച്ച് നമുക്ക് എന്ത് ചെറിയ കാര്യമോ ആവാം, എത്ര ചെറുതോ വലുതോ എന്തുമാവാം. ഓക്കെ, ഇത്രയും അറിവ് പകർന്നു തന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. അപ്പൊ